ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഇതോടുകൂടി നമ്മൾ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഉദയ്പൂരിൻ്റെ എല്ലാ ട്രിപ്പും ഇതേപോലെ. നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും, അതായത് രാത്രിയാകുമ്പോൾ ഇത് മുഴുവൻ നല്ല ലൈറ്റിൽ അലങ്കരിച്ച് കാണാം. അത് 2 മണിക്കൂർ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഫത്തേസാഗർ ലേക്കിൽ ബോട്ടിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ബോട്ടിനുള്ളിൽ തന്നെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരു എൻ്റർടൈനറും കൂടി ഉണ്ട്. പക്ഷേ ആൾ ഇതുവരെയും ആളുടെ മ്യൂസിക്കൊന്നും തുടങ്ങിയിട്ടില്ല. ഇതാണ് ഫത്തേസാഗർ ലേക്ക്. വളരെ വിശാലമായി കിടക്കുന്ന ഒരു പിച്ചോള ലേക്ക് പോലെ തന്നെ ഒരു വലിയ ഒരു ലേക്ക് തന്നെയാണ് ഈ ഒരു ലേക്കും. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ കൂട്ടത്തിൽ ബോട്ടിൽ ഒരു എൻ്റർടൈനർ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇത് രാജസ്ഥാനിലെ ഒരു ഫോക്ക്ലോർ മ്യൂസിക്കാണ്. ഇതൊരു ഇൻസ്ട്രുമെൻ്റ് ആണ്. എൻ്റെ പേര് എനിക്കറിയില്ല എന്താണെന്ന്. ആ ഒരു ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ചിട്ട് വളരെ നല്ല രീതിയിൽ രാജസ്ഥാനി മ്യൂസിക്കാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഫത്തേസാഗർ ലേക്കിൻ്റെ പരിധിക്കുള്ളിൽ 3 ചെറിയ ദ്വീപുകളുണ്ട്. ഒരു നെഹ്റു പാർക്ക്, അതുപോലെ തന്നെ വാട്ടർ ജെറ്റ് ഫെസിലിറ്റികളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ബോട്ടിംഗ് ഫെസിലിറ്റികൾ, നമ്മളിപ്പോൾ പോകുന്ന ഒരു ഏരിയ, ഇതുപോലെ തന്നെ മറ്റൊരു സ്ഥലവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം 2ാം കാശ്മീർ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വളരെ മനോഹരമാണ്. എന്ത് തന്നെയാണേലും ഈ ഒരു ലൊക്കേഷനൊക്കെ ആർട്ടിഫിഷ്യൽ ലേക്സ് ആണ്, അതാണ് എടുത്തു പറയേണ്ട കാര്യവും. അങ്ങനെ നമ്മൾ ആ ഒരു ഫത്തേസാഗർ ലേക്കിൽ നിന്നുള്ള ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞു. അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഇപ്പം നമ്മൾ ഈ പോകുന്ന വഴിക്കും ഈ കാണുന്നതെല്ലാം ഫത്തേസാഗർ ലേക്കിൻ്റെ ഭാഗങ്ങളാണ് കേട്ടോ. അതിന് അപ്പുറം കാണുന്ന ആ ഒരു പച്ച മലനിര ആരവല്ലി പർവ്വത നിരകളാണ് കാണുന്നത്. ആ ഒരു പച്ചപ്പും ആ നീലാകാശം, അതുപോലെ ആ ഒരു നീല കളറിലുള്ള തടാകവും ഒക്കെ വളരെ മനോഹരമാണ്. നമ്മൾ അംബ്രേഘട്ടിലെ അംബ്രേഘട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ കണ്ട നമ്മുടെ സിറ്റി പാലസ്, പിന്നെ ജഗ് മന്ദിർ, പിന്നെ ലീല പാലസ്, ജഗദീഷ് ടെമ്പിൾ, ലീല പാലസ്, ഇതെല്ലാം ഞങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡ്. കേബിൾ കാറിൽ പോയത് ഇതെല്ലാം നമ്മൾ ഓപ്പോസിറ്റാണ്. ആ സംഭവം നമുക്കിപ്പം കാണിച്ചു തരാം. ജസ്റ്റ് പിച്ചോള തടാകത്തിൻ്റെ ഒരു സൈഡിലാണ് ഞങ്ങളിരിക്കുന്നത്. ഓപ്പോസിറ്റ് സൈഡിൽ നേരത്തെ പോയതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ. ഇന്നലെ ആ സൈഡ് പോയി, ഇന്ന് ഈ സൈഡ്. ഞാൻ ഇവിടുന്ന് കാണിച്ചു തരാം എന്താണ് വ്യൂ എന്ന്. സിറ്റി പാലസ് ഇങ്ങനെ വെള്ളത്തിൽ റിഫ്ലക്റ്റ് ചെയ്ത് നിൽക്കുന്നത് ടൈപ്പ്. അങ്ങനെ ഇതാണ് നമ്മൾ പറഞ്ഞ് ഇന്നലെ നമ്മൾ പോയ സിറ്റി പാലസ്. ഇതാണ് നിൽക്കുന്നത് സിറ്റി പാലസ്. അതിൻ്റെ സൈഡിലൂടെ ബോട്ടിങ് നടത്തിയതല്ല ഇന്ന വഴിക്ക്. പിന്നെ അതാണ് താജിൻ്റെ ഹോട്ടൽ. അങ്ങ് ദൂരെ കാണുന്നത്. അത്രമാത്രം ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നതിന് ദൂരെ പോകണം താജ്. പിന്നെ ഇത് പിച്ചോള ലേക്ക്. ഇത് ലീല പാലസിൻ്റെ ഹോട്ടൽ. ഇതാണ് വ്യൂ. നമ്മളിവിടെ ഇരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും, അതായത് രാത്രിയാകുമ്പോൾ ഇത് മുഴുവൻ നല്ല ലൈറ്റിൽ അലങ്കരിച്ച് കാണാം. അത് 2 മണിക്കൂർ അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇപ്പോഴേ ഇരിക്കുന്നത്. ഇപ്പം തന്നെ ഇവിടെ ആൾക്കാർ നിറയാൻ തുടങ്ങി. കുറച്ച് കഴിയുമ്പോഴത്തേനും നല്ല ബ്യൂട്ടിയാവും. അതിനെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. ഒരു 6 മണിയാകുമ്പോഴത്തേനും നമ്മൾ കണ്ടിട്ട് ഇവിടുന്ന് പോരും. 6 മണിയാകുമ്പോൾ 6 മണിയായിട്ട് കണ്ടെടുത്ത് ഇറങ്ങണം. ദിവാലിയാണ്, നല്ല ബ്ലോക്കായിരിക്കും. പിന്നെ അത് മാത്രമല്ല അവിടെ റൂമിൽ ചെന്ന് കുളിച്ച് റെഡിയായി ഫുഡെല്ലാം കഴിച്ച്
അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ പരിപാടിയൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോഴും കുറേ പേരുണ്ട് ഇരിക്കുന്നത്. നമ്മൾ ഇന്നലെ ബോട്ടിങ് നടത്തിയ സ്ഥലം. സിറ്റി പാലസിനോടൊപ്പം തന്നെ ഇവിടെ കാണുന്നത് താജ് ഹോട്ടലിൻ്റെ ഭാഗങ്ങൾ, അതുപോലെ തന്നെ അതിനപ്പുറത്തും ഒക്കെയുള്ളത് ലക്ഷറി ഹോട്ടൽസുകളാണ്. അതിൻ്റെ അപ്പുറത്തെ സൈഡിലുമൊക്കെ കാണുന്നത്. അങ്ങ് ദൂരെ ജഗ് മന്ദിർ, അതും നമ്മൾ ഇന്നലെ പോയതാണ്. ഈ ഒരു സായാഹ്ന സന്ധ്യയിൽ വളരെ മനോഹരമാണ് ഈ ഒരു ചുറ്റുപാടും കാണാൻ വേണ്ടിയിട്ട് തന്നെ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു നൈറ്റ് ലൈഫും കൂടി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇരിക്കുന്നത് രാത്രിയാകുമ്പോൾ രാത്രി കേബിൾ കാർ ഇവിടുന്ന് അധികം നിങ്ങളെ കാണിച്ചു തരാൻ പറ്റും. ഇതിന് ഈ സംഭവത്തിന് സൂമിങ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കാണിച്ചു തരാൻ പറ്റില്ല. നല്ല തിരിയില്ല, നമുക്ക് തന്നെ കാണാൻ പറ്റുന്നില്ല, അത്ര ദൂരെ. ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്യുന്ന നോക്കണം. അങ്ങനെ ഇന്നത്തോടുകൂടി നമ്മൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. ഇതോടുകൂടി നമ്മൾ ഇവിടുത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഉദയ്പൂരിൻ്റെ എല്ലാ ട്രിപ്പും ഇതേപോലെ ഇന്നോടുകൂടി തീരും. നാളെ ഇവിടുന്ന് 12 മണിയാകുമ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ചിറ്റൂർ ഫോർട്ടും വളരെ ഫേമസ് ആണ്. പക്ഷെ നമ്മൾ കാണാൻ പറ്റുമോ? നമ്മൾ എത്തുമ്പോൾ തന്നെ 6 മണിയാവും. 5 മണി വരെയുള്ള ഫോട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു അവർ പറയുന്നത് 70 കിലോമീറ്റർ ഉള്ള ഒരു ബൗണ്ടറി വാളാണ്, അതായത് ഫോർട്ടാണ് അത്. 70 കിലോമീറ്റർ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഫോർട്ട് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അത് കാണാൻ സമയമില്ല, നമ്മൾ എത്തുമ്പോൾ രാത്രിയാണ്. ഇത് നമ്മൾ ഒന്ന് ഇറങ്ങുന്ന സ്റ്റേഷനിൽ നിന്ന് കുറച്ച് വെയിറ്റിംഗ് ഉണ്ടല്ലേ, അത് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. പിന്നെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ലേക്ക് എല്ലാ ദിവസവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിലിങ്ങനെ ഈ ലേക്കിൻ്റെ സൈഡിലിങ്ങനെ പുല്ലൊക്കെ പുല്ലിങ്ങനെ അടിയിൽ പുല്ല് വളർന്നിട്ട് അത് ഒരു പായൽ പോലത്തെ ഒരു പുല്ല ആ സൈഡിൽ കാണിച്ചില്ല, പായൽ പോലത്തെ പുല്ല. അത് ക്ലീൻ ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും ആൾക്കാരുണ്ട്. അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ സൈഡിൽ അത് അടിക്കുന്നുണ്ട്. അത് ക്ലീൻ ചെയ്യും. അത് ക്ലീൻ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താണെന്ന് പറയുന്നത് ഒരു വർഷം കൊണ്ട് ഈ ലേക്ക് മുഴുവൻ പുല്ലായി മാറുമെന്നാണ്. ഒരു പുല്ല് അത് ഒരു ദിവസം ഒരു സൈഡിൽ നിന്ന് 4 ട്രക്കാണ് ആ പുല്ല് കൊണ്ടുവന്നത്. ഇത് കണ്ടിന്യൂസ് അതിന് വേണ്ടി. പിന്നെ ഞാൻ ചോദിച്ചു അവരോട്, ഇന്ന് മെഷീൻ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെന്ന്. അവർ പറഞ്ഞ് മെഷീൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഒന്ന് മെഷീൻ്റെ പൊല്യൂഷൻ, രണ്ടാമത് അത് തടാകത്തിന് അത് കേടുപാട് സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് അതിന് കേടുപാട് സംഭവിക്കുന്നത്, അതുകൊണ്ട് അത് അവർ സമ്മതിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതായിരിക്കും എൻ്റെ റീസൺ. കുറേ ഫോറിനേഴ്സും നമ്മളെപ്പോലെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇത് കാണാൻ വേണ്ടി. ഈവനിങ് വ്യൂ നമ്മളെ അയൽവക്കാരൊക്കെ ഉണ്ട്. ഇതാണ് ഉദയ്പൂർ നഗരത്തിലെ സൂര്യാസ്തമയം. നമ്മളിരുന്ന സ്ഥലത്തു നിന്ന് കുറച്ചുകൂടെ മാറിയപ്പോൾ നമ്മൾക്ക് കാണാൻ പറ്റിയത് ഒരു കാഴ്ചയാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ കടലിനക്കരെ എന്ന് പറയുന്ന പോലെ ഇവിടെ തടാകത്തിലേക്കാണ് സൂര്യൻ താന്നു പോകുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ ഇതുവരെ ലേക്സിൽ സൂര്യാസ്തമയം കണ്ടിട്ടില്ല. ഇവിടെ പിച്ചോള ലേക്സിൽ നമ്മൾ സൂര്യാസ്തമയം കാണുന്നു. വളരെ മനോഹരം. ഇവിടെ സൂര്യാസ്തമയം കഴിഞ്ഞപ്പോൾ ഈ ഒരു ലേക്ക് പാലസിൻ്റെ പരിസരവും ആ ഒരു താജ് ഹോട്ടലിൻ്റെ ഭാഗങ്ങളും ഒക്കെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇപ്പം തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ ഒരു പ്രതിബിംബം നമുക്കിവിടെ ഇപ്പോൾ കുറച്ചുകൂടെ രാത്രിയായി, അതുകൊണ്ട് കുറച്ചുകൂടെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആ എല്ലാ കെട്ടിടങ്ങളുടെയും ആ ഒരു പ്രതിബിംബം ആ വെള്ളത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നമുക്ക് ഡബിളായി കാണാൻ പറ്റുന്നു എന്നതാണ് എടുത്ത് പറയേണ്ടത്. അത്രയ്ക്ക് നല്ല മനോഹരമാണ്. ഈ ഒരു ലേക്ക് അതുപോലെ സൂക്ഷിച്ചതുകൊണ്ടാണ്. ഇപ്പോൾ സമയം 7:45 ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് രാത്രി ദൃശ്യങ്ങൾ. ആക്ച്വലി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഗോപ്രോയുടെയൊക്കെ ചാർജ് തീർന്നത് കൊണ്ട് നോർമൽ ഫോണിലാണ് ഞങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ടാണ് അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ ഇല്ലാത്തത്. പക്ഷെ നേരിട്ട് കാണുമ്പോഴുള്ള ആ ഒരു ഭംഗി നിങ്ങളോട് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ നമ്മൾക്ക് പറ്റത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചു പോരുവാണ്. ദിവാലി ആയതുകൊണ്ട് തന്നെ ടൗണൊക്കെ വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു നൈറ്റ് ലൈഫ് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തന്നെ.
ഇതോടുകൂടി നമ്മുടെ ഉദയ്പൂർ ട്രിപ്പിൻ്റെ ടൂറിസ്റ്റ് പ്ലേസസൊക്കെ സന്ദർശനമൊക്കെ ഓൾമോസ്റ്റ് ഞങ്ങളുടെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ പോയിട്ട് റൂമിലെത്തണം, ഭക്ഷണം കഴിക്കണം, റെസ്റ്റ് എടുക്കണം. വളരെ മനോഹരമായ കാഴ്ചകൾ ചുറ്റും. ഹായ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ലാസ്റ്റ് ഡേ എന്ന് പറഞ്ഞാൽ ഇത് റിട്ടേണിൻ്റെ ടൈമാണ്. നമ്മൾ 12 മണിക്ക് ചെക്കൗട്ട് ചെയ്തിട്ട് നേരെ തിരിച്ച് നമ്മുടെ ജോലി സ്ഥലത്തേക്ക് നമ്മൾ തിരിച്ചു പോകും. കോഫിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. കോഫിയൊക്കെ റെഡിയാക്കുന്നു. ഇതാണ് ഇവിടുത്തെ പുറത്തുള്ള വ്യൂ. അങ്ങനെ അടിപൊളി സ്റ്റേ ആയി കഴിഞ്ഞ് അങ്ങനെ ട്രിപ്പ് മോഡൊക്കെ കഴിഞ്ഞ് നേരെ വർക്ക് മോഡിലേക്ക് മാറാൻ പോവാണ്. അങ്ങനെയല്ല, 2024 നമ്മുടെ ട്രിപ്പ് 2024 എല്ലാം ട്രിപ്പും കഴിഞ്ഞു. ഇനി ട്രിപ്പൊന്നുമില്ല. 24 ട്രിപ്പില്ല. 25-ലും സാധ്യത 25 ഈ സമയമാകുമ്പോൾ അങ്ങനെ നമുക്ക് ദസറ ദിവാലിക്കാണ് ഇതേപോലെ ടൈം കിട്ടുന്നത്. ബാക്കി ടൈം നമുക്ക് ഇങ്ങനെ കിട്ടാറില്ല. അതാണ് മെയിൻ പ്രശ്നം. ചെറിയ സ്ഥലമൊക്കെ നമ്മൾ പോയി കഴിഞ്ഞുകൊണ്ട് ഇനി അത് പോകത്തുമില്ല. അല്ലെങ്കിൽ ചെറിയ സ്ഥലമൊക്കെ പോയാൽ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിസ്സിസ് പറയാനല്ലേ, ചായ അല്ല ഇത്, അല്ല കോഫി. ഭയങ്കര ഇളക്കാം. അതെ, നമ്മൾ സ്വന്തം ഉണ്ടാക്കിയതുകൊണ്ട് മര്യാദക്കാക്കണ്ടേ. ചേട്ടായിനെ ഇളക്കിയിട്ടില്ല, ചേട്ടായി ഇടയ്ക്ക് യൂസ് ചെയ്യാം. പോകുന്നതിന് മുമ്പ് കുടിക്കാൻ വിചാരിച്ചു. കാരണം ഇനി ട്രെയിനിൽ നിന്ന് നല്ല രണ്ട് ദിവസമല്ല 3 ദിവസം ശരിക്കും നല്ലൊരു എൻജോയ്മെന്റ് ഡേ ആയിരുന്നു. നന്നായിട്ട് എൻജോയ് ചെയ്തു. ടെൻഷൻ ഫ്രീ ഡേയ്സ്. അല്ലെങ്കിലും എനിക്കിപ്പോൾ ടെൻഷൻ ഫ്രീ ആണ് കുറച്ചായിട്ട്. നമ്മൾ എന്താണേലും പുതിയ താമസ സ്ഥലത്ത് വന്നേ പിന്നെ ഒരു ടെൻഷൻ ഫ്രീ ലൈഫ് കിട്ടിയിട്ടുണ്ട്. കാരണം എനിക്കിപ്പോൾ മിണ്ടാനും പറയാനും ഒക്കെ ഫാമിലി ആയിട്ട് തന്നെ ആൾക്കാരുള്ളത് കൊണ്ട് പിന്നെ അവരുടെ കൂടെ ദിവാലി സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഒരു ചെറിയ വിഷമമുണ്ട്. അപ്പം നമ്മളിവിടെ വന്നതെല്ലാം കണ്ടതിൻ്റെ ഒരു വിഷമം അല്ല സന്തോഷം. അപ്പം ഇതോടുകൂടി നമ്മളെ ട്രിപ്പ് തീരുവാണ്. അപ്പം നമ്മൾ വന്ന നമ്മുടെ ഉദയ്പൂരിൻ്റെ ഈ ഒരു ട്രിപ്പിൻ്റെ വ്ളോഗ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളും ഈ സ്ഥലങ്ങളൊക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ കണ്ട് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണം. ലൈക്ക്, കമൻറ്റ് ചെയ്യണം. പുതിയതായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരും വരെ ബൈ ബൈ.